തിരുത്തണമെങ്കിൽ രണ്ട് വഴിയേ ഉള്ളൂ, അല്ലാതെ തിരുത്തൂലാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. രണ്ട് വഴി കൊണ്ട് ആ 4 മാസം പ്രായമായ കുഞ്ഞുണ്ടായിരുന്ന സമയത്ത് എഴുതി വെക്കപ്പെട്ട ആയുസ് അത് തിരുത്തണമെങ്കിൽ 2 കാര്യം കൊണ്ടേ പറ്റുള്ളൂ, അല്ലാതെ ഒരു സംഗതി കൊണ്ട് ആയുസ് തിരുത്തൂല. റിസ്ക് തിരുത്തിയേക്കാം, അള്ളാഹുവിന്റെ ഖളായിൽപ്പെട്ട പല വിഷയങ്ങളും ദുആ കൊണ്ട് അള്ളാഹു തിരുത്തി തരും. രോഗം വരണമെന്ന് വിചാരിച്ചു, ദുആയിരുന്നോ ഞാൻ മാറ്റിത്തരാമെന്ന് അള്ളാഹു തീരുമാനിച്ചാൽ ദുആ കൊണ്ട് രോഗം മാറും, ശിഫ കിട്ടും, എല്ലാം കിട്ടും. അജൽ ആയുസ് മാറണമെങ്കിൽ 2 അത് വേണ്ട പറഞ്ഞു തരുങ്ങൾ, ഇനി നീട്ടല്ലേ അല്ലേ? എല്ലാവർക്കും ആഗ്രഹം അതാണല്ലേ. അവസാനം പറഞ്ഞ പോരെ. ജീവിതത്തിൽ ബർക്കത്ത് കിട്ടലാണ് വലിയ സംഭവം. കുറെ ജീവിച്ചിട്ട് അതല്ല. വഹസുന അമലു, ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിക്കുക, ആ ഒരു ഭാഗ്യമാണ് കിട്ടേണ്ടത്. കുറെ കാലം ജീവിച്ചു, നല്ല സൽക്കർമ്മങ്ങളും ചെയ്യാൻ പറ്റി, അവർ ഏറ്റവും ഖൈറായവരാണെന്ന് റസൂലുള്ളാഹി. ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വസലുഹ അമലുഹു, ഒരുപാട് ആയുസ്സുണ്ടാവുകയും കുറെ നല്ല കാര്യം ചെയ്യാൻ പറ്റുകയും ചെയ്ത ആളുകൾ നിങ്ങളിൽ ഖൈറായവരാണ്. യാ അല്ലാഹ്, അജല് മാറുന്നത് ബിബിർജിൽ വാലിദൈൻ, ഉമ്മാക്കും വാപ്പാക്കും സേവനം ചെയ്തു കൊടുത്താൽ ആയുസ് അല്ലാഹു മാറ്റിത്തരും, കൂട്ടിത്തരും. വസിലത്തുർ റഹിം, കുടുംബ ബന്ധം നന്നായി ചേർത്ത് പിടിച്ചാൽ, പിണങ്ങാതെ ആരോടും തെറ്റിയവരോട് മിണ്ടിയിട്ട്, ഇങ്ങോട്ട് മിണ്ടാത്തവർ അങ്ങോട്ട് മിണ്ടിയിട്ട്, നമ്മുടെ എളാപ്പ, മൂത്താപ്പ, അമ്മായി, അമ്മാവൻ, ഭാര്യയുടെ കുടുംബക്കാര് നമ്മളോട് എങ്ങനെ പെരുമാറിക്കോട്ടെ, നമ്മൾ അങ്ങോട്ട് നന്നായിട്ട് പെരുമാറുക. അങ്ങനെ കുടുംബ ബന്ധം ചേർക്കുന്നവർ, മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്നവർ, ഈ 2 വിഷയത്തിലെ ആയുസ് അല്ലാഹു നീട്ടിത്തരും. ബാക്കിയൊക്കെ കണക്കാണ്, ബാക്കി പലതും അല്ലാഹു തിരുത്തി തരാം. പക്ഷെ ആയുസ് തിരുത്തണമെങ്കിൽ ഇത് 2 വഴിയുള്ളൂ, വേറെ വഴിയില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. അതൊക്കെ അവിടെ തീരുമാനിച്ചു വെച്ച സംഗതികളാണ്. അജലും റിസ്ഖും അല്ലാഹു തീരുമാനിച്ചു. നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു, നമ്മൾ ജയിക്കാൻ പോകുന്ന ആൾക്കാരാണോ പരാജയപ്പെടാൻ പോകുന്നവരാണോ, അള്ളാഹുവിനെ അറിയുള്ളൂ. അങ്ങനെയാണ് അള്ളാഹുവിനത് അറിഞ്ഞു പഠിച്ചത് രേഖപ്പെടുത്തിയത്. എത്രത്തോളം ചില ആളുകൾ ജീവിതകാലം മുഴുവനും നല്ല കാര്യം ചെയ്ത് അവസാനം തിന്മ ചെയ്ത് മരിക്കുന്നുണ്ട്, അള്ളാഹു അത് അറിഞ്ഞ് അങ്ങനെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. സുബ്ഹാനല്ലാഹ്. ഒരുപാട് കാലം മോശപ്പെട്ട് ജീവിച്ച് അവസാനം തോന്നുന്ന ഞാൻ ഉംറക്കൊന്ന് പോയിക്കോട്ടെ, ഉംറ പോയി അല്ലെങ്കിൽ ഹജ്ജ് ചെയ്ത് വന്നു, നാട്ടിൽ തിരിച്ചെത്തി ഒരു പനി പിടിച്ചു, ആള് മരിച്ചു. എല്ലാ തെറ്റുകളും പൊറുക്കപ്പെട്ട് നല്ല 1-ാം നമ്പർ മുഅ്മിനായി മരിക്കുന്ന, ജീവിതകാലം മുഴുവനും അടിച്ചുപൊളിച്ച് നടന്ന ആൾക്കാർ, അല്ലെങ്കിൽ വഴിതെറ്റി ജീവിച്ച ആൾക്കാർ അവസാനം നല്ല നിലക്ക് മരിക്കുന്നവർ എന്ന് പറയാം. അവസാനം വെച്ച് അവൻ ഞാനങ്ങ് നന്നാവട്ടെ എന്ന് അവൻ തീരുമാനിക്കും. അവനങ്ങനെ ഉംറക്ക് പോകും, ഹജ്ജിന് പോകും, എന്നിട്ട് അവൻ നന്നാകും, എന്നിട്ടാണ് അവന്റെ മരണം. ഇത് അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്, ഇവൻ ഇങ്ങനെ ചെയ്യാൻ പോണത്. അത് അള്ളാഹു രേഖപ്പെടുത്തിയെന്നതിന്റെ അർത്ഥം. സുബ്ഹാനല്ലാഹ്. സ്വഹാബത്തൊക്കെ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ യുദ്ധത്തിൽ സ്വഹാബത്ത് കൂടെ ഇരിക്കുമ്പോ ഒരാൾ ലാ യദഉ ശാദ്ദതൻ വലാ ഫാദ്ദ ഇല്ലാ ഖളഅ അലൈഹ, യുദ്ധത്തിൽ ആരെ കണ്ടാലും, ശത്രുവിനെ ആരെ കണ്ടാലും പിന്നാലെ ഓടിച്ചെന്ന് അയാൾ വകവരുത്തുന്ന ഒരു യോദ്ധാവ് മുസ്ലിം സമൂഹത്തിൽ, മുസ്ലിങ്ങളുടെ പടയണിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ഭയങ്കര ഉഷാറുള്ള ആൾക്കാർ, ഭയങ്കര ആക്റ്റീവായ ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, ഭയങ്കര ഉഷാറുള്ള ആൾക്കാർ. സ്വഹാബത്തൊക്കെ പറഞ്ഞു, ഹാദല്ലദീ കസബൽ മഅരിക, ഇയാൾ യുദ്ധം കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന്റെ എല്ലാ ക്രെഡിറ്റും ഇയാൾക്കാണ്, ഇയാളെ കൊണ്ടാണ് ഇവിടെ വിജയമുണ്ടായത് എന്ന് സ്വഹാബത്ത് പറയുകയും ചെയ്തു. فقال النبي صلى الله عليه وسلم, അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു തആല ഗൈബ് അറിയിച്ചു കൊടുക്കോ? ഇല്ല, പക്ഷെ അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന ഗൈബ് അല്ലാഹു അറിയിച്ചു കൊടുക്കും. തങ്ങൾ അറിഞ്ഞോ, തങ്ങൾ ഗൈബ് അറിയുന്നുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചാൽ അല്ലാഹു അറിയിച്ചു കൊടുക്കുന്ന ഗൈബ് തങ്ങൾക്കറിയാം. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യുദ്ധത്തിൽ വാളേന്തി നടക്കുന്ന ആളെ കുറിച്ച് പറഞ്ഞു, ഹുവ മിൻ അഹ്ലിന്നാർ, നരകത്തിലേക്ക് പോകുന്ന മനുഷ്യനാണിവൻ. യാ അല്ലാഹ്. സ്വഹാബത്ത് പേടിച്ചുപോയി, റബ്ബേ, യുദ്ധത്തിൽ പോലും ജീവൻ കൊടുക്കാൻ തയ്യാറുള്ള ഒരു മനുഷ്യൻ നരകത്തിലാണെന്ന് പറയുകയോ? സ്വഹാബത്തിന് താങ്ങാൻ പറ്റിയില്ല. യാ റബ്ബേ, ഇയാള് പറഞ്ഞു കഴിഞ്ഞു നരകത്തിലാണ്. ഒരു സ്വഹാബി പറഞ്ഞു, ഞാൻ ആ മനുഷ്യന്റെ പിന്നാലെ ഓടി നടന്നു, ഈ മനുഷ്യന്റെ അന്ത്യം എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതുപോലെയാണോ എന്ന് നോക്കാൻ ഞാൻ പിന്നാലെ ഫഅൽസംതുഹു, ഞാൻ അയാളുടെ പിന്നാലെ, അയാൾ അറിയാതെ പിന്നാലെ അയാളെ ഞാൻ വാച്ച് ചെയ്ത് നടന്നു യുദ്ധം കഴിയുന്നത് വരെ. അങ്ങനെ فأصيب هذا الرجل الشجاع المقدام بسهم من العدو فجزع,
ശത്രുക്കളിൽ നിന്ന് ഒരാളുടെ അമ്പ് ഇയാളുടെ ശരീരത്തിൽ വന്ന് തറച്ചപ്പോൾ ഇയാൾക്ക് വേദന സഹിക്കാൻ പറ്റിയില്ല. എന്താ ഉമ്മിനെ സൂചി കുത്തി നമുക്ക് സഹിക്കാൻ പറ്റുമോ? എന്താ യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഭയങ്കര സംഗതി. ഇറച്ചിക്ക് പച്ച ഇറച്ചി രക്തമൊലിച്ചും പച്ചയിൽ വേദന അനുഭവിക്കുന്ന രംഗല്ലേ അതൊക്കെ. ഒരമ്പങ്ങ് തറച്ചപ്പോൾ ഇയാൾക്ക് സഹിക്കാൻ പറ്റിയില്ല. ആ മനുഷ്യൻ ആരാരും കാണാതെ തന്റെ വാള് പുറത്തെടുത്ത് വാളിന്റെ പിടി താഴെ വെച്ച് മണ്ണിൽ വെച്ച് വാളിന്റെ മൂർച്ചയിലേക്ക് കമിഴ്ന്നങ്ങട്ട് കിടന്നു. ആ വാൾ ഇയാളുടെ പുറത്തുകൂടെ അങ്ങോട്ട് പുറത്തു വന്നു. ആത്മഹത്യ ചെയ്തു. അങ്ങനെ ഈ മനുഷ്യൻ യുദ്ധക്കളത്തിൽ മരിച്ചു. ഈ സുഹാബി ഓടിച്ചെന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അശ്ഹദു അന്നക റസൂലുള്ളാഹ്, അങ്ങ് അല്ലാഹു അയച്ച ദൂതനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു നബിയേ. എന്തേ സംഭവിച്ചത്? യുദ്ധത്തിൽ പല കാര്യങ്ങളുണ്ടാവുമല്ലോ. തങ്ങളത് പറഞ്ഞു, തങ്ങൾ അതല്ല ശ്രദ്ധിച്ചത്. നബിയെ, അങ്ങ് ഒരാളെ പറ്റി നരകത്തിലാണെന്ന് പറഞ്ഞപ്പോ ഞാൻ അയാളുടെ കൂടെ നടന്ന് അയാൾ ചെയ്ത പണി ഇതാണ്. സൂയിസൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കുഫറിലേക്ക് പോകാൻ കാരണമായ പണിയാണ്. കുഫറായി പോകുമെന്നാണ് ഹദീസിന്റെ പ്രത്യക്ഷമായ അർത്ഥം. നരകത്തിലാണെന്നുമാണ് ഹദീസിന്റെ പ്രത്യക്ഷമായ അർത്ഥം. പക്ഷെ ഉലമാ പറയാണ് കുഫർ പോലത്തെ ഉച്ചമാണ്. ഈ ആളുടെ വിഷയത്തിൽ അള്ളാന്റെ റസൂലിന്റെ തീരുമാനം അങ്ങനെയായിരുന്നു അള്ളാഹു അറിയിച്ചു കൊടുത്തത്. മറ്റെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. യുദ്ധത്തിന് വരുമ്പോ അങ്ങനെയൊക്കെയാണ്. യുദ്ധത്തിന് വരുന്നവരൊക്കെ ഈമാനുള്ളവരാണെന്ന് പറയാൻ പറ്റൂല. അങ്ങനെയാണ്. കള്ളു കുടിച്ചിട്ട് യുദ്ധത്തിന് വന്ന ആളുണ്ട്. മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ഖാദിസിയ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഖാദിസിയ യുദ്ധം ഹദീസിലേക്ക് തിരിച്ചു വരണം. ഖാദിസിയ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇറാനുകാരോട് നടന്ന യുദ്ധമാണ്. റുസ്തും ഭരണാധികാരിയോട്. അന്ന് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കാല് തുടകളാകെ മുറിയായിട്ട് നടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു കയറിന്റെ കട്ടിലിൽ തന്റെ ടെന്റിന്റെ പുറത്ത് ഇങ്ങനെ കടന്നിട്ട് കാന യുദീറുൽ മഅരികത അലാ ബത്നി, കടന്നുകൊണ്ട് യുദ്ധം നിയന്ത്രിച്ച സുഹാബിയാണ് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. ആ കൂട്ടത്തിൽ അബൂ മെഹ്ജൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാൾക്ക് കള്ളില്ലാതെ എഴുന്നേറ്റിക്കാൻ പറ്റൂല. യുദ്ധത്തിൽ വന്നതാണ്. ഭയങ്കര ആവേശമാണ് യുദ്ധത്തിന്. അബൂ മെഹ്ജൻ യുദ്ധങ്ങൾ തുടങ്ങാനായപ്പോ അബൂ മെഹ്ജൻ കൊണ്ടുവന്ന ഒരു കുപ്പി തന്റെ ഭാണ്ഡത്തിൽ ഡ്രസ്സിന്റെ അടിയിലൊക്കെ ഒളിപ്പിച്ചു കൊണ്ടുവന്നു. യുദ്ധങ്ങൾ തുടങ്ങാനായപ്പോ അയാൾ ഒറ്റക്ക് പോയിട്ട് 4 മുറുക്ക് വയറ്റിലാക്കിയിട്ടാണ് വരുന്നത്. യുദ്ധത്തിന് ഇസ്ലാമിന് യുദ്ധം ചെയ്യാൻ വരിക. സഅദ് റളിയല്ലാഹു അൻഹു കണ്ടു. അബൂ മെഹ്ജൻ വരികയെന്ന് പറഞ്ഞു. അത് മനസ്സിലായി, എന്റെ കാര്യം കഴിഞ്ഞു. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ മെഹ്ജൻ, നിങ്ങളുടെ 2 കൈയും 2 കാലും പിടിച്ച് ഞാൻ കെട്ടിയിടാൻ പോവാണ്. യുദ്ധം കഴിയട്ടെ, നിങ്ങളിൽ ഞാൻ പിന്നെ തീരുമാനം എടുക്കാം. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി രംഗത്തിറങ്ങുന്നത് കള്ളു കുടിക്കേ. കള്ളുടിച്ചിട്ടൊക്കെ റബീഉൽ ജാതക്കിറങ്ങാന്ന് പറഞ്ഞ പോലെ അതാണ് ഇപ്പൊ പറഞ്ഞത്. കള്ളു കുടിച്ചിട്ട് ഇറങ്ങി. കെട്ടിയിടാൻ വേണ്ടി പറഞ്ഞു. കെട്ടിയിട്ടു. യുദ്ധങ്ങൾ തുടങ്ങിയപ്പോ ഇയാൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല. എനിക്കും പോണം യുദ്ധത്തിന്. അപ്പൊ സഅദ് റളിയല്ലാഹുവിന്റെ ഭാര്യയുണ്ട് സൽമ ബീവിയോട് പറഞ്ഞു, സൽമ നല്ല പാട്ടുപാടി, നല്ല പാട്ടുകാരനാണ്. സുലൈമാ ദഈനി അർവി സൈഫി മിനൽ ഇദാ ഫസൈഫി അദ്ഹാ കൈദഹുൽ യൗമ സ്വാരിമ ദഈനി അജുൽ ഫീ സാഹത്തിൽ ഹർബി ജൗലതൻ അശ്ഫി ശിഫാഇ വഅർവി ഖൽബി മിനൽ ഇദാ. എന്നെ ഒന്ന് അഴിച്ചുവിടൂ സൽമ, എന്റെ കൈയിന്റെ കെട്ടൊന്ന് അഴിച്ചു തരൂ. ഞാനൊന്ന് യുദ്ധം ചെയ്യട്ടെ. ഇവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം അള്ളാന്റെ റസൂലിനോട് യുദ്ധം ചെയ്യാൻ വന്ന്, അള്ളാന്റെ ദീനിനോട്. റസൂൽ ഞങ്ങളുടെയൊക്കെ വഫാത്തിന്റെ ശേഷമാണ്. ദീനിനോട് പടപൊരുതാൻ വന്നവരോ, ഞാൻ അവരെ ഒന്ന് വെട്ടട്ടെ സൽമ, എന്റെ കെട്ടൊന്ന് അഴിച്ചു തരുമോ? പറഞ്ഞു, ഞാൻ എങ്ങാനും പോയി മരിച്ചാൽ പിന്നെ എന്നെങ്ങൾക്ക് ആലോചിക്കണ്ടല്ലോ. ഞാൻ ഏതായാലും ഇവിടെ പിടിക്കപ്പെട്ട് കിടക്കുകയാണ്. ഞാനങ്ങ് മരിച്ചാൽ പിന്നെ എന്റെ പ്രശ്നം അവസാനിച്ചില്ലേ? ഞാൻ ജയിച്ചാൽ, മരണപ്പെടാതെ രക്ഷപ്പെട്ടാൽ ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് കൈ കാണിച്ചു തന്ന് ഞാൻ തിരിച്ചു വരാം സൽമ. അതുകൊണ്ട് എന്നെ കൈയൊന്ന് അഴിച്ചു തരും. ഞാനത് യുദ്ധത്തിന് പോട്ടെ. സഅദ് റളിയല്ലാഹു അൻഹു കാണാതെ ചോദിക്കുകയാണ്. സൽമ ബീവിക്ക് സഹിക്കാൻ പറ്റിയില്ല. കുറെ കെഞ്ചി പറഞ്ഞപ്പോ അഴിച്ചു കൊടുത്തു. അങ്ങനെ സഅദ് റളിയല്ലാഹുവിന്റെ കുതിരയുണ്ട് ബൽഖാ, നല്ല ഉഷാറിലെ കുതിര. ആ കുതിരന്റെ പുറത്ത് കയറി പോയി യുദ്ധം ചെയ്യാൻ. വാളെടുത്തിട്ട് യുദ്ധം ചെയ്യും. ഭയങ്കര യുദ്ധം. സഅദ് റളിയല്ലാഹു കട്ടിലുമ കടന്നിട്ട് അങ്ങനെ കാണുന്നത് യുദ്ധം അങ്ങനെ വീക്ഷിക്കും. വെട്ട് കണ്ടിട്ട് അബൂ മെഹ്ജന്റെ വെട്ടും ആ കുതിരന്റെ ചാട്ടം കണ്ടിട്ട് ബൽഖാഇന്റെ ചാട്ടം. പക്ഷെ അബൂ മെഹ്ജൻ കിടക്കുന്നത് ഫിൽ ഹബ്സി, അബൂ മെഹ്ജൻ കിടക്കുന്നത് ഹബ്സിലാണ്. ജയിൽ ഫിസ്ജിനി വൽ ബൽഖാഉ ഫിൽ ഹബ്സ്. കുതിര കിടക്കുന്നത് പാർക്കിങ്ങിലാണ്. കുതിരനെ അയച്ചു വിട്ടിട്ടില്ല. അബൂ മെഹ്ജനെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. പിന്നെ എന്തേപ്പത് അബൂ മെഹ്ജനെ പോലത്തെ വെട്ടും ചാട്ടം, കുതിര ബൽഖാഇന്റെ ചാട്ടവും പിടികിട്ടണില്ല. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നു.
അബൂ മുഹ്സിൻ ഓടി വന്ന് സൽമാൻ കൈ കെട്ടിയോ, അത് കെട്ടിട്ട് പഴയ പോലെ തന്നെ കെട്ടി നിൽക്കുകയാണ്. ഞാനൊന്നും അറിഞ്ഞിട്ടില്ലേ എന്നല്ലേ. സഅദ് റളിയല്ലാഹു അൻഹു യുദ്ധം കഴിഞ്ഞ് ഇങ്ങനെ നടന്നു നോക്കുമ്പോണ്ട് കുതിര ഇങ്ങനെ വിയർത്ത് കിടക്കണ്. അപ്പൊ സൽമാ, എന്തേ ഈ പാർക്കിംഗ് കിടക്കണ കുതിര ഇങ്ങനെ വിയർക്കണ്? കാരണം കുതിരനെ അഴിച്ചുവിട്ടിട്ടില്ലല്ലോ, എന്തേ ഇപ്പൊ കുതിര ഇങ്ങനെ വിയർക്കാൻ? അപ്പൊ പറഞ്ഞു കൊടുത്തു സഅദേ, അബൂ മുഹ്സിൻ ഇങ്ങനെ പറഞ്ഞിട്ടോ, അങ്ങനെ ഞാൻ അവസാനം കണ്ട് അഴിച്ചുവിട്ടു കൊടുത്തു. അബൂ മുഹ്സിൻ പോയി യുദ്ധം ചെയ്തു. സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അബൂ മുഹ്സിൻ വലാ ളറബ്തുക ലിൽ ഖംറി ഫിൽ ഇസ്ലാം, ഇനി ഇസ്ലാമിൽ കള്ളു കുടിച്ചിട്ട് അടികൊള്ളേണ്ട അവസ്ഥ വരരുത്. അബൂ മുഹ്സിൻ ലാ ശരീഅത ബഅദഹ, ഞാൻ കുടിക്കൂല സഅദ് എന്നവരെ ഞാൻ കുടിക്കൂല. നന്നായി. സഅദ് റളിയല്ലാഹു അൻഹു ആ ഒരു താക്കീത് അദ്ദേഹം ചുരുക്കി പറഞ്ഞ യുദ്ധത്തിന് പോകാൻ ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ നാട്ടിൽ ആവേശം കലാപം ഉണ്ടായ ആരൊക്കെ വടിവാളൊക്കെ എടുത്ത് ഇറങ്ങുന്ന അങ്ങനെ. യാ അല്ലാഹ്, ഈ ഖദീജ യുദ്ധത്തിന്റെ വലിയൊരു സംഭവം എന്ന് വെച്ചാൽ അന്ന് പിറ്റേ ദിവസം യുദ്ധം പരാജയപ്പെട്ടു. സഅദ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന്റെ പ്രമാണിമാരെ മുഴുവനും ഒരുമിച്ച് കൂട്ടി ചോദിച്ചു, ഈ യുദ്ധം ഇന്നിങ്ങനെ പരാജയപ്പെടാൻ കാരണമെന്തേ? സ്വഹാബത്തിൽ കിബാറു സ്വഹാബ, മഹാന്മാരായ സ്വഹാബത്തൊക്കെ സദസ്സിൽ നമ്മൾ പറയില്ലേ, നമ്മളെ തൂക്കിൽ തെരല്ലായിരുന്നു, അല്ലെങ്കിൽ വാളിന് മൂർച്ചല്ലായിരുന്നു, നമ്മൾ ആള് കുറഞ്ഞുപോയി. ഇതൊന്നല്ല വിഷയം. നസീന സുന്നത സിവാക്കി അൻ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുദ്ധത്തിന് പോകുമ്പോഴേ മിസ്വാക്ക് ചെയ്യാന്ന് പറഞ്ഞ സുന്നത്ത് നമ്മൾ ആരും എടുത്തിട്ടില്ല. ഈ പേർഷ്യയിലേക്ക് എത്തിയപ്പോ നമ്മുടെ കയ്യിലൊന്നും മിസ്വാക്കില്ലായിരുന്നു, അതുകൊണ്ടാ തോറ്റത്. ഉടനെ സഅദ് റളിയല്ലാഹു അൻഹു അറാക്ക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. മിസ്വാക്ക് സൈന്യത്തിൽ എല്ലാവർക്കും വിതരണം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എല്ലാവർക്കും വിതരണം ചെയ്തു. എല്ലാവരും മിസ്വാക്ക് ചെയ്തു. അന്ന് യുദ്ധത്തിന് പോകുമ്പോ മഹാനായ ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അവരുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, യാ ബറാ സമിഅനാ ഫീക ഹദീസൻ മിൻ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ ഒരു ഹദീസ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? റുബ്ബ അശ്അസ അഗ്ബറ മദ്ഫൂഇൻ ബിൽ അബ്വാബ് ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. എത്രയോ ആളുകൾ അല്ലാഹുവിനുണ്ട്, എത്രയോ ആളുകൾ അല്ലാഹുവിന്റെ ആൾക്കാരുണ്ട്. മുടി ജട പിടിച്ചവർ, അവർ മുടി കിട്ടിയിട്ടില്ല. അഗ്ബറ, അവരെ കുളിച്ചിട്ടില്ല, അവരെ ഷാമ്പുടാൻ അവർക്ക് അറിയില്ല, മുടിയൊക്കെ പൊടി പിടിച്ച് കിടക്കുന്ന ആൾക്കാർ. പക്ഷേ മദ്ഫൂഇൻ ബിൽ, ആരുടെ വാതിൽക്ക് ചെന്നാലും പോ എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കപ്പെടുന്ന ചില മുഅ്മിനീങ്ങളുണ്ട്. ലൗ അഖ്സമ അലല്ലാഹ് ലഅബറ, അല്ലാഹുവിനെ വിളിച്ച് സത്യം ചെയ്തൊരു കാര്യം നടപ്പാക്ക് റബ്ബേ എന്ന് പറഞ്ഞാൽ അല്ലാഹു നടപ്പാക്കി കൊടുക്കും. അങ്ങനത്തെ ചില ആളുകൾ അല്ലാഹുവിനുണ്ട്. വമിൻഹും ബറാ ഇബ്നു മാലിക്, അവരിൽപ്പെട്ട ആളാണ് ബറാ ഇബ്നു മാലിക് എന്ന്. ബറാ, നിങ്ങളെ സംബന്ധിച്ച്